ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാശ്രേണ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 7 അധ്യായമാണ് നമ്മൾ പിന്നിട്ടത്. അഥ സപ്തമോധ്യായ. ശൗനക ഉവാച നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണ ശ്രുതവാൻ തദഭിപ്രേതം തദക്യുമകരോത് വിഭോ. സൂത ഉവാച ബ്രഹ്മനദ്യാം സരസ്വത്യാമാശ്രമപശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. തസ്മിൻസ് ആശ്രമേ വ്യാസോപദരീഷണ്ഡമണ്ഡിതേ ആസീനോപൗപസ്പൃശ്യ പ്രണിദദ്യൗ മനസ്വയം. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ അമലേ അപശ്യത് പുരുഷം പൂർവം മായാം ചരതമാശ്രയാം. യാ സമ്മോഹിതോ ജീവ ആത്മാനന്ദഗുണാത്മകം പരോപി മനുതേനർത്ഥം തകൃതം ജാഭിപത്യതേ. അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗമഥോക്ഷയേ ലോകസ്യാജാനതോ വിദ്വാം ചക്രേ സത്വതസംഹിതാം. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പത്യതേ പുംസ ശോകമോഹഭയാപഹ. സസംഹിതാം ഭാഗവതീം കൃത്വാനുക്രമ്യജാത്മജം സുഖം അധ്യാപയാമാസ നിവൃത്തിനിരതം മുനി. ശൗനക ഉവാച സവേ നിവൃത്തിനിരതർവത്രോപേക്ഷകോ മുനി കസ്യവാ മൃഗധീമേതാം ആത്മാരാമസമഭ്യസ. സൂത ഉവാച ആത്മാരാമാശ്ച മുനയോ നിഗ്രന്ഥ അപ്യുരുക്രമേ കുർവന്തഹേതു കിം ഭക്തിമിത്തം ഭൂതഗുണോ ഹരി. അരേർഗുണാക്ഷിപ്തമതിർഭഗവാൻ ബാദരായണി അത്യകാന്മകഥാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ. പരീക്ഷിതോദരാജർമ്മകർമ്മവിലായനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം പക്ഷേ കൃഷ്ണകഥോദയം. യഥാമൃതേ കൗരവസഞ്ജയാനാം വീരേഷ്വതോ വീരഗതിംഗതേഷു മൃഗോദരാവിദ്ധഗതാഭിമർശഭഗ്നോ ഹൃദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. ഭർത്തുപ്രിയം ദ്രോണിരിതി സ്മ പശ്ചൻ കൃഷ്ണാസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരത് വിപ്രിയമേവ തത്ജുഗുപ്തിതം കർമ്മ വിഗർഹയന്തി. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യഘോരം പരിതപ്യമാന തദാരുതബാഷ്പകലാകുലാക്ഷി താം സാന്ത്വയന്നാഹ കിരീടമാലി. തദാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ ബ്രഹ്മബന്ധോ ശിരാദദായിന ഗാണ്ഡീവമുക്തേർ വിശിഖേരുഭാകരേ ത്വാക്രമ്യയത്നാത്തരിദഗ്ധപുത്ര. ഇതി പ്രിയാം വൽഗുവിചിത്രജൽപൈഃ സസാന്തയിത്താച്യുതമിത്രസൂത അന്വാത്രവദ്ദംശിതവുഗ്രതന്വാകവിദ്വജോ ഗുരുപുത്രൻ രഥേന തമാപതന്തവിലക്ഷദൂരാൽ കുമാരഹോദ്ദിഗ്നമനാരഥേന പരാത്രവ പ്രാണപതിസ്തുർവ്യാം വ്യാവക്രമം രുദ്രഭയാത്യതാ അർക്ക. യഥാ ശരണമാത്മാനം മൈഷ്ടതച്ചാന്തമാജിനം. ഇവിടെ യാവത്ഗമൻ രുദ്രഭയാത് യഥാ ക എന്നാണ് കേട്ടോ. അർക്ക എന്ന് പറഞ്ഞാൽ സൂര്യനല്ല അർത്ഥം വരിക. ശരി, തെറ്റിദ്ധരിക്കുക. അർക്ക കൂടിച്ചേരുമ്പോൾ ഋകാരം വന്നു എന്നേ ഉള്ളൂ. ക എന്നാണ് വാക്ക്. ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അർക്കനല്ല. ചിലർ അർക്കാന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ക ബ്രഹ്മാവ്. യഥാ കൂടിച്ചേർന്നപ്പോൾ ഋക്കാന്ന് വന്നതാണ്. യഥാ ക ബ്രഹ്മാവ്. യഥാ ശരണമാത്മാനം മൈഷ്ടതച്ചാന്തമാജിനം അത്രം ബ്രഹ്മശിരോമേനേ ആത്മത്രാണം ദ്വിജാത്മജ. യത് അഥോപസ്പൃശ്യ സരളം സന്തതേ തത്തമാഹിത അജാനൻ ഉപസംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ. തതപ്രാതുകൃതം തേ ച പ്രചണ്ഡം സർവതോ ദിശം പ്രാണാപദമഭിപ്രേക്ഷ്യ വിഷ്ണുരുവാച. അർജുന ഉവാച കൃഷ്ണ മഹാബാഹോ ഭക്താനാമഭയങ്കര. ഇതിൽ ഭാഗ എന്നാണ്. രണ്ടും വലിയ വ്യത്യാസം അർത്ഥത്തിനില്ല. ഒന്ന് ശക്തൻ എന്നാണ് മഹാബാഹു, മഹാഭാഗ ഭാഗ്യമുള്ളവനെ എന്നാണ്.
രണ്ട് ഗുണങ്ങൾ രണ്ട് രീതിയിൽ കീർത്തനാണ്. മഹാഭാഗ എന്നാണ് ചില അധികം ഗ്രന്ഥത്തിൽ കാണപ്പെടുന്നത്. പഴയതിൽ മഹാബാഹോ, ഒന്ന് ശക്തൻ ഒന്ന് ഭാഗ്യവാൻ, രണ്ടർത്ഥമാണ്. രണ്ട് നല്ല അർത്ഥത്തിലേ ഉള്ളൂ. ഭക്താനാം അഭയങ്കര ത്വമേകോദിക്യമാനാനാം അപവർഗോസിതം സ്ഥിതേ ത്വമാദ്യ പുരുഷർത്താക്ഷാദീശ്വര പ്രകൃതേ പര മായാം വിദസ്യ ചിശക്തിയ കൈവല്യേ സ്ഥിതാത്മനി സേവ ജീവലോകസ്യമായ മോഹിതചേതസാ വിദത്സേഷേന വീര്യേണ ശ്രേയോധർമാതിലക്ഷണം തദായം ജാപദാരസ്തേവോ ഭാര്യജിഗീശ്രയ സ്വാനാം ചാനന്യഭാവാനാമനുധ്യാനായ ചാസകൃ കിവിധംസിൽ കുതോ വേത്തി ദേവദേവന വേത്മികം സർവതോ വിമുഖമായാതി തേജപരമദാരുണം. ശ്രീഭഗവാനുവാച വേത്തേദം ദ്രോണപുത്രസ്യ ബ്രാഹ്മമസ്ത്രം പ്രദർശിതം നൈവാസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ നക്യസ്യാന്യത്തമം കിഞ്ചിത് അസ്ത്രം പ്രത്യവകർശനം ജയ്ക്യത്ര തേജ ഉന്നതമത്രജ്ഞോ അത്ര തേജസാ. സൂത ഉവാച ശുദ്ധ ഭഗവതാ പ്രോക്തം വാൽഗുണപരവീരക സൃഷ്ടാവസ്ഥം പരിക്രമ്യ ബ്രാഹ്മം ബ്രാഹ്മായ സന്തതേ സമ്പത്യാന്യോനുഭയോർ തേജസീ ശരസമൃതേ ആവൃത്യരോധതീകം ജ ഒരുതാതിർക്കവന്യവേൽ ദൃഷ്ടാത്രത്തേജത്വം ത്രീൻ ലോകാൻ പ്രതകൻ മകൾ ദക്ഷ്യമാന പ്രജാ സർവ സാമർത്ഥകമം സദാ പ്രജോപപ്ലവമാലക്ഷ്യ ലോകവ്യതികരഞ്ജതാം മതഞ്ച വാസുദേവസ്യ സഞ്ജകാരാർജുനോദയം തദരതാദാരുണംഗവദമീതുദം ഭവന്താമൃഷ്ടതാം രാക്ഷപ്പശിൻരചനയാ യഥാ ശിബിരായ നീഷന്തന്നാബദ്വാരിബിംബല പ്രഹാത്തനം പ്രകുപിതോ ഭഗവാനംബുചേക്ഷണ മൈനം വാർത്താർഗതിത്രാതും ബ്രഹ്മബന്ധമിമാം ജഗീയോസാവനാഗതസുത്താനവധീ നിശിബാലകാൻ മത്തം പ്രമത്തം ഉന്മത്തം സുത്തം ബാലം ത്രിയം ജഡം പ്രപന്നം വിരുദം ഭീതം നരിബുംഹന്തി ധർമ്മവിൽ സ്വപ്രാണാന്യ പരപ്രാണൈ പ്രപുഷ്ണാതകൃണഖല തത്പദത്തസ്തകീശ്ചയോ യദ്ദോഷാദ്യത്യഥ പുമാൻ പ്രതിഷ്ഠിതം ജപവതാ പാഞ്ചാലീഷണ്ണതോ മമ ആഹരിഷീ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ തദസോപത്യതാം ബാബ ആർദാപ്യാത്മബന്ധുഃ വർത്തിച്ച വിപ്രിയം വീരകൃതവാൻ കുലവംസന ഏവം പരീക്ഷത ധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നയിച്ചത് ഹന്തും ഗുരുസത്. അവിടെ ഹന്തും എന്നാണ് കേട്ടോ. ഈ നയിച്ചത് പ്ലസ് ഹന്തും, ആഗ്രഹിച്ചില്ല ഇച്ഛത്, ഹന്തും എന്നാണ് കൂടിച്ചേരുവാണ്. ധന്തും ഹാ പോയി, ഹന്തും നയിച്ചത് പ്ലസ് ഹന്തും നയിച്ചത് ഹന്തും. അപ്പം ഹാ പോവുകയാണ് കൂടിച്ചേരുമ്പോൾ. ഹന്തും ആണ് വാക്ക്. നയിച്ചത് ഹന്തും ഗുരുസുതം യദ്യപ്യാത്മഹനം മഹാൻ അതോപേക്ഷിച്ചു വിരം ഗോവിന്ദ പ്രിയസാരഥി നിവേദയത്തം പ്രിയായി ശോചം ദിയ ആത്മജാൻ കഥാൻ തഥാഹൃതം പശുപത്പാശബന്ധമം മുഖം കർമ്മജുഗുപ്സിതേന തിരീഷ്ട്യ കൃഷ്ണാപകൃതം ഗുരോ സുതം വാമസ്വഭാവ കൃപയാ നാമ ച ഉവാച ച സഹന്ധ്യസ്യ ബന്ധനാനയനം സതീമുച്യതാമുച്യതാമേഷ ബ്രാഹ്മണോ നിതരാംഗുരു സരഗത്യോധനുവേദ സവിസർഗോപസംയമാത്ര ഭവത ശിക്ഷിതോ യദനുഗ്രഹ സേവ ഭഗവാൻ ദ്രോണപ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോർത്ഥം പത്നിയാർത്തേ നാന്വകാൻ വീരസു കൃപി. അവിടെ ധീരസു ഇല്ല, നാനഗാത് വീരസു കൂടിച്ചേരുമ്പോൾ വാ പോയി. നാന്വഗാത് വീരസു കൃപി തദ്ധർമ്മജ്ഞ മഹാഭാഗാപവദ്ഭിർവരവങ്കുലം ഋജിനം നാർഹതി പ്രാപ്തം പൂജ്യം വന്ധ്യമഭീഷ്ണശ മാരോദീദാസ്യ ജനനീ ഗൗതമീ പതിദേവത യഥാകം മുതവർത്താർത്താരോദിമ്യസ്തു മുഖീമുഖു ഏകോപിതം ബ്രഹ്മകുലം രാജന്യേ രചിതാത്മഭി തക്കുലം പ്രദഗത്യാശൂസാനുബന്ധം ജുനാർപ്പിതം ദൂതൗവാച ധർമ്മന്യായം സകരുണം നിർബളീകം തമം മകൾ രാജാധർമ്മസുതോ രാജ്ഞ്യ പ്രത്യനിന്ദത്വജോദ്ധിജ നകുലസ്തകദേവച്ച യുധാനോദനഞ്ജയ ഭഗവാൻ ദേവകീപുത്രോ യേജാന്യേയാച്ചയോഷിത തത്രാഹമർഷിതോ ഭീമസ്തസ്യ ശ്രയാന്മതത്മത ന ഭർത്തുരാത്മനച്ചാർത്തെ യോഗം ദുത്താൻ ശിശൂൻ മൃത സുപ്താൻ പ്ലസ് ശിശൂൻ സുപ്താൻ പ്ലസ് ശിശൂൻ സുപ്താൻ ശിശൂൻ ആവുകയാണ്. സുപ്താൻ ജിശൂൻ ഞാ ജ നാശ കൂടിയിട്ടാണ് ഇഞ്ചി എന്നുണ്ട്. എങ്ങനെ വായിക്കേണ്ടത് ചില ഇഞ്ചിയൊന്നും ശരിക്കും അവിടെ ഇല്ല. സുപ്താൻ പ്ലസ് ശിശൂൻ കൂടുമ്പോൾ സുപ്താൻ ശിശൂൻ എന്നാവുകയാണ്. സുപ്താൻ ശിശൂൻ മൃത നിശമ്യ ഭീമകരുതന്ത്രോപത്യാച്ച ചതുർഭുജ
ആലോക്യ വദനം സഖ്യം ഇതമാഹ സന്നിവ. ശ്രീകൃഷ്ണവാച ബ്രഹ്മബന്ധുർണ ഗന്ധവ്യാദാജീവദാഗണ മൈവോഭയമാം നാദം പരിവാക്യനുശാസനം. കുരു പ്രതിശ്രുതം സത്യം എത്ര സാന്ത്വേദ പ്രിയാം പ്രിയഞ്ച ഭീമസേനത്യ പാഞ്ചാല്യാമക്യമേവ സൂതവാച. അർജുന സഹസാജ്ഞായാകരേർ ഹാർദം അഥാസിന മണിഞ്ജഹാരമൂർധന്യം ദ്വിജസ്യതകമൂർധജം വിമുച്ചരചനാബന്ധം ബാലകത്യാകഥപ്രഭം തേജസാമണിനാഗീനഞ്ചിരാം നിരയാവേൽ വപനം ദ്രവിണാദാനം താരാനിര്യാപണം തഥാ ഏഷകി ബ്രഹ്മബന്ധൂനാം പദോന്യാന്യോസ്തി ദേഹിക പുത്രശോകാതുരാ സർവേ പാണ്ഡവാ സഹകൃഷ്ണയാ സാനാം മൃദാനാം യകൃത്തം ചക്രനിഹരണാധികം. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹം ചന്ദം വിദായാം പ്രഥമസ്കന്ധേ ദ്രൗണീ നിഗ്രഹോ നാമ സപ്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 8-ാമത്തെ അധ്യായം. സൂത ഉവാച. അതതേ സംപരേതാനാം സ്വാനാമുദഗമിച്ഛതാം ദാതും സകൃഷ്ണാ ഗംഗായാം പുരസ്കൃത്യ ഏയുസ്ത്രിയാ. അഥ അനന്തരം തേ അവർ പാണ്ഡവന്മാർ സകൃഷ്ണ കൃഷ്ണസഹിതനായിട്ട്. കൃഷ്ണാഹ എന്ന് വിസർഗട്ട കൃഷ്ണനാണ്. വിസർഗമില്ലെങ്കിൽ പാഞ്ചാലിയായി. ഒറ്റ വിസർഗത്തിന് ആണും പെണ്ണും അർത്ഥം എത്ര മാറി നോക്കൂ. കൃഷ്ണ വിത്തൗട്ട് വിസർഗം പാഞ്ചാലി, വിസർഗം ചേർത്ത കൃഷ്ണൻ. സകൃഷ്ണാഹ കൃഷ്ണസഹിതന്മാരായിട്ട് സംപരേതാനാം മരിച്ചവർക്ക് ഉദകം ജലത്തെ ഇച്ഛതാം ഇച്ഛിക്കുന്നവരുമായ സ്വപുത്രന്മാർക്ക് ദാതും കൊടുപ്പാനായിക്കൊണ്ട് സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് ഗംഗാതീരത്തേക്ക് യാനം ചെയ്തു. മരിച്ചവർക്ക് ഉദകക്രിയ ചെയ്യാൻ സ്ത്രീകൾ, കൃഷ്ണൻ, പാണ്ഡവർ എല്ലാവരും ഗംഗാതീരത്തേക്ക് പോയി. 5 കുട്ടികളാണല്ലോ ഇവിടെ മരിച്ചിരിക്കണം. ഇനി വേറെ മരിച്ചിട്ടുണ്ടാവാം, യുദ്ധത്തിൽ അവർക്കും ഉണ്ടാവാം. ഇവിടെ പാണ്ഡവന്മാർ മരിച്ചുപോയ മക്കൾക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. മരിച്ചുപോയ മക്കൾ 5 തന്നെ ഉള്ളൂ. അതതേ സംപരേതാനാം ശ്വാനാം ഉദകമിച്ഛത. ഉദകക്രിയ, ഉദകം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വെള്ളം കൊണ്ട് ചെയ്യേണ്ട ക്രിയ ഉദക ക്രിയ. ദാതും സ കൃഷ്ണ ഗംഗായാം. കൃഷ്ണനോട് കൂടിയിട്ട് ദാതും കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനോട് കൂടി സ്ത്രീയാ പുരസ്കൃത്യ, സ്ത്രീകളെ പുരസ്കരിച്ചുകൊണ്ട് ഗംഗായാം യയു, ഗംഗാതീരത്തേക്ക് പോയി. തേ നിനിയോദകം സർവേ വിലപ്യജ വൃശം പുനാ ആപ്ലുതാകരിപാദാബ്ജ രജപൂതസരിജലേ. ഈ പറയണം തത്ര തേ സർവേ, ആ പോയവരെല്ലാവരും ഉദകം ജലത്തെ നിനീയ കൊടുത്തിട്ട് വൃശം വിലപ്യ ഏറ്റവും കരയുകയും ചെയ്തിട്ട് പുനഃ ഹരിപദാബ്ജരജ പൂതസരിജലേ ഭഗവത് പാദസ്പർശത്താൽ പുണ്യമായി തീർന്ന ഹരിപാദാബ്ജ രജപൂതസരിജലേ, വിഷ്ണുപാദസ്പർശത്താൽ കൃഷ്ണപാദസ്പർശത്താൽ ശുദ്ധീകരിക്കപ്പെട്ട പുണ്യമായ ആ സ്ഥലത്തെ നദിയിൽ കുളിച്ചു. ആ നദിയുടെ പ്രത്യേകത പറയണം. കൃഷ്ണനടുത്തുണ്ടെങ്കിൽ ശുദ്ധിക്ക് ഇനി വേറൊന്നും വേണ്ട. അല്ലെങ്കിൽ നദി ശുദ്ധമാണ്, ഭഗവാനും ശുദ്ധമാണ് അല്ലേ? ഇപ്പം ഇത് രണ്ടും കൂടി ചേർന്നാലോ? നദി ശുദ്ധമാണല്ലോ. ഗംഗയിൽ കുളിച്ചാൽ ഇപ്പോൾ ഭഗവാൻ ഇല്ലെങ്കിൽ തന്നെ ഗംഗയ്ക്ക് ശക്തി ഉണ്ട് എന്നാണ് പറയുക. ഭഗവാന് പൊതുവേ ശക്തിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി അവിടെ സമ്മേളിച്ചു എന്നർത്ഥം. അതുകൊണ്ടാണ് ഹരിപാദാബ്ജരജപൂത സരിജലേ, ഭഗവത് പാദപത്മത്തിലെ ധൂളികളാൽ പരിശുദ്ധി ഒന്നും കൂടി വർദ്ധിച്ചു. അവിടെ ഇവരെല്ലാവരും അതിന് ശേഷം കുളിച്ചു എന്ന് പറയാണ്. പിന്നെ പറയണം അവിടെ തത്ര ആസീനം സഹാനുജം, അവിടെ ആയതായിട്ടുള്ള അനുജനോട് കൂടിയ ധർമ്മപുത്രർ പാണ്ഡവന്മാർ മൊത്തമുണ്ട്. അർജുനൻ, സഹദേവൻ, ഭീമൻ, നകുലൻ എന്നിവരോട് കൂടിയ ധർമ്മപുത്രർ, അനുജനോട് കൂടിയ പാണ്ഡവന്മാർ നടത്തേ ഉള്ളൂ. കോര് പറയലാണ് കവിതയുടെ സൗകര്യത്തിന് വേണ്ടി.
അനുജന്മാരോട് കൂടിയ ധർമ്മപുത്രർ. സഹാനുജം കുരുപതിയും, കുരുപതി ധർമ്മപുത്രൻ. അനുജനോട് കൂടിയ ധർമ്മപുത്രനെയും ധൃതരാഷ്ട്രം, അവരുണ്ട്, ധൃതരാഷ്ട്രനെയും ഗാന്ധാരി, ഗാന്ധാരിയിലൊക്കെ ഗംഗാതീരത്ത് എത്തിയിട്ടുണ്ട് ഈ മരിച്ചു പോയവർക്ക് ഉദയക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗാന്ധാരിയെയും, പിന്നെ ആരുണ്ട്? പൃഥ, കുന്തിദേവിയുണ്ട്. മക്കളൊക്കെ മരിച്ചു പോയ ദുഃഖം. മക്കളല്ല, മക്കളുടെ മക്കളാണല്ലോ കുന്തിയെ സംബന്ധിച്ച്. മക്കൾ മരിച്ചിട്ടില്ല ഭാഗ്യം കൊണ്ട്. ആ മക്കളുടെ മക്കൾ, കുന്തിയുടെ ഒരു പുത്രൻ മരിച്ചിട്ടുണ്ട്, കർണൻ പുത്രനാണല്ലോ, ശേഷക്രുവക്ഷത്താണ്. പിന്നെ ഇവിടെ കുട്ടികൾ മരിച്ചിരിക്കുന്നത് കുന്തിയുടെ മക്കളല്ല. എന്തായാലും അവരുടെ ആ ക്രിയയ്ക്ക് ആയിക്കൊണ്ട് കുന്തി അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടും ഇങ്ങനത്തെ സമയത്തൊക്കെ. പൃഥാം, കുന്തിയെയും, കൃഷ്ണാം ച, പാഞ്ചാലിയെയും. ഇവിടെ കണ്ടോ വിസർഗല്യ, കൃഷ്ണാം ച പാഞ്ചാലിയാണ്, പാഞ്ചാലിയെയും ദുഃഖത്തോടു കൂടിയ ഹതബന്ധൂൻ, ശുചാർപ്പിതാൻ ഹതബന്ധൂൻ, ദുഃഖത്തോടു കൂടിയ ഹനിക്കപ്പെട്ട ബന്ധുക്കളോട് കൂടിയവരെയും, ബന്ധുക്കളൊക്കെ മരിച്ചിട്ട് ദുഃഖിക്കുന്നവരെയും നടത്തും. മുനിഭി, മഹർഷിമാരോട് കൂടിയ മാധവ ഭഗവാൻ. ഭൂതേഷു, ഭൂതങ്ങളിൽ, അപ്രതിക്രിയാം, തടുക്കാൻ കഴിയാത്തതായ കാലസ്യ ഗതിം, കാലത്തിൻ്റെ ഗതിയെ ദർശയൻ, കാട്ടിക്കൊടുക്കുന്നവനായിട്ട്, സാന്ത്വയാമാസ, സമാധാനിപ്പിച്ചു. രണ്ട് ശ്ലോകം ഒന്നിച്ചാണ് പറഞ്ഞത്. തത്ര ആസീനം സഹാനുജം കുരുപതിയും ധൃതരാഷ്ട്രം ഗാന്ധാരിയും പൃഥാം കൃഷ്ണാം. എങ്ങനത്തെ ഗാന്ധാരി? ഗാന്ധാരിയുടെ വിശേഷണമാണ് പുത്രശോകാർത്താം. പുത്ര ദുഃഖത്താൽ, പുത്രനഷ്ടത്താൽ ദുഃഖിതയായ ഗാന്ധാരിയെയും വിശേഷണമാണ് പുത്രശോകാർത്താം. ആൾക്കാർ ഗാന്ധാരി. കുരുപതി, ഏത് കുരുപതി? സഹാനുജം കുരുപതി, അനുജന്മാരോട് കൂടിയ ധർമ്മപുത്രർ. കുരുപതി ധർമ്മപുത്ര, രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. കുരുപതിയും ധൃതരാഷ്ട്രം, 100 മക്കൾ നഷ്ടപ്പെട്ട ധൃതരാഷ്ട്രർ. ഗാന്ധാരി, അമ്മ. പിന്നെ പുത്രശോകാർത്താം പൃഥാം, മക്കളുടെ മക്കൾ മരിച്ചതാണ് പൃഥാം. പിന്നെ കർണനും മരിച്ചിട്ടുണ്ട്, അതാണ് പുത്രശോകാർത്താം പൃഥാം. പാഞ്ചാലി, കൃഷ്ണാം ച മാധവ. അവരെ, മാധവ നമ്മുടെ സബ്ജക്റ്റാണ്, കർത്താവ. ഇവരെ മാധവൻ എന്ത് ചെയ്തു? സാന്ത്വയാമാസ, സമാധാനിപ്പിച്ചു. സമാധാനിപ്പിക്കലിന് പ്രസക്തിയൊന്നുമില്ല. മക്കളൊക്കെ മരിച്ച എന്ത് വാക്കുകൊണ്ടാണ് സന്തോഷിക്കുക? മക്കൾ മരിച്ച ദുഃഖം എന്ന് പറയുന്നത് അമ്മ മരിച്ച ദുഃഖം പോലില്ല. അമ്മ മരിച്ച മക്കളുടെ ദുഃഖം എന്ന് പറയുന്നത് സ്വാഭാവികമാണത് എന്തെങ്കിലും ഒരു ദിവസം. പക്ഷേ ഈ മക്കൾ മരിച്ചിട്ടുള്ള ഒരു അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണത്. അത് മക്കൾക്ക് അമ്മയ്ക്ക് കാണണ്ടാത്തൊരു കാഴ്ചയാണ്. ഭാഗ്യം ദൈവാധീനം ഉണ്ടെച്ചാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് കാണേണ്ടി വരുന്നത്? ദൈവാധീനം ഇല്ലാത്തതുകൊണ്ട്. ആ ഒരു ദുഃഖം വല്ലാത്തൊരു ദുഃഖമായതുകൊണ്ട് അതെങ്കിലും ഒഴിവാക്കി തരണേന്ന് ചിലർ പ്രാർത്ഥിക്കും. ഈശ്വര, ദുഃഖം എന്നാലും മക്കൾ മരിക്കുന്നത് കാണാതെ വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടാവുണ്ടാവാറുണ്ട്. അങ്ങനെ 3 മക്കൾ മരിച്ചിട്ട് ദുഃഖിക്കുന്ന ഒരു അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരൊക്കെ മരിച്ചുപോയി, പഴയ ആൾക്കാരാണ്. എന്നെ മാത്രം എന്തിനാ അങ്ങനെ ഇരുത്തിയിരിക്കണമെന്ന് ചോദിച്ചിട്ട് ആ സ്ത്രീ തേങ്ങി അടക്കാൻ വയ്യാണ്ട് കാണേണ്ട കാഴ്ച കാണേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യുക, ഓരോ അനുഭവങ്ങൾ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയണതേ. അപ്പോൾ ഇവിടുത്തെ വാക്കുകൾക്കൊന്നും സ്ഥാനമില്ലെങ്കിലും ഭഗവാൻ എന്ത് ചെയ്തു? സാന്ത്വനിപ്പിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് സാന്ത്വനിപ്പിക്കുക? കാലത്തിൻ്റെ ഗതി. നമ്മൾ പറയണല്ലോ ഈ യോഗം, വിധി, ഇതിനൊക്കെ ഈ കാലം എന്നാണ് ഇവിടെയൊക്കെ പ്രയോഗിച്ച് കാണുന്നത്. നമ്മളാരും അങ്ങനെ പറയാറില്ല, കാലത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയാറില്ല. നല്ല കാലം ചീത്ത കാലം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ യോഗം, വിധി എന്നാണ് പറയുക. പക്ഷേ ഇവിടെ ഈ കാലസ്യ ഗതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലസ്യ ഗതി എന്ന് പറഞ്ഞാൽ വിധി തന്നെയാണ് സംഗതി, വേറൊന്നുമല്ല. കാരണം ഈ കാലമാണ് എല്ലാറ്റിനും വരുത്തി വയ്ക്കുന്നത് എന്നാണ്, നല്ലതായാലും ചീത്തയായാലും. അപ്പം കാലത്തിൻ്റെ ഗതി കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. കണ്ടില്ലേ എന്നും പറഞ്ഞിട്ടേ ദർശയൻ അപ്രതിക്രിയാം. എങ്ങനത്തെ കാലസ്യഗതിയാണ്? അപ്രതിക്രിയാം കാലഗതി എന്നാണ്. പ്രതിക്രിയ ഇല്ല.
ഈ കാലത്തിൻ്റെ ആ ഒരു പോക്കിന് യാതൊരുവിധ മരുന്നോ പ്രതിവിധിയോ പോകുമ്പോഴോ ഇല്ല. അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോവും. നമുക്ക് തോന്നും പ്രാർത്ഥിച്ചാലോ എവിടെയെങ്കിലുമൊക്കെ പോയാലോ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ വല്ല മെച്ചവും കിട്ടുമോ? ഒന്നും കിട്ടാൻ പോണില്ല. നമുക്ക് വരേണ്ടത് വരുന്ന ചെയ്യും. അത് നല്ലതായാലും അതെ, ചീത്തയായാലും അതെ. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായ ഈ വേവലാതി കുറയും. പിന്നെ ഇപ്പോൾ ഈ ഈശ്വര ആരാധന ഭജനം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തിനാണ്? അത് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം. അത് ആവശ്യമാണല്ലോ. തളർന്ന ആത്മഹത്യ ചെയ്യണേക്കാളും നല്ലതല്ലേ? എന്തായാലും കുറച്ച് മനഃശക്തി കിട്ടാനുള്ളൊരു മാർഗമായിട്ടാണ് ദൈവാരാധനയെ നമ്മൾ കാണേണ്ടത്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഗതിയെ മാറ്റി മറിക്കാൻ പറ്റില്ല. ഭാഗവതത്തിൽ വരുമ്പോൾ ആ ഒരു അറിവെങ്കിലും നമുക്ക് ഉണ്ടാവണം. മാത്രമെന്നല്ല പറഞ്ഞത്, അതെങ്കിലും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനല്ല ശ്രീമദ് ഭാഗവതം. ഒരാത്മീയ മാർഗവും അതിനല്ല. മനസ്സിലാക്കുക. ഞാൻ ഇത്രയൊക്കെ പേടിച്ചു, എനിക്ക് എൻ്റെ മകന് ജോലി കിട്ടിയില്ല, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞില്ല, എൻ്റെ മകൻ മരിച്ചു. മകൻ മരിക്കാണ്ടിരിക്കാനാണോ ഭാഗവതത്തിലേക്ക് വന്നത്? എങ്കിൽ തെറ്റി വരേണ്ടിയിരുന്നില്ല. അടിയെ തെറ്റിപ്പോയി, അടിമുതൽക്കേ തെറ്റിപ്പോയി. ഒരിക്കലും ഞാൻ ചിന്തിക്കരുത്. അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഭാഗവതമാകുന്ന ആ ഒരു ഊന്നുവടിയിൽ ഊന്നിക്കൊണ്ട് എല്ലാ ദുഃഖത്തെയും സഹിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവും. അതൊരു വലിയ ആയുധമാണ്. അതാണ് ഭാഗവതം. അങ്ങനെ എടുക്കണം. അപ്പോൾ നമ്മുടെ ഭൂതേഷു കാലസ്യ ഗതിം ദർശയൻ അപ്രതിക്രിയാം. കാലത്തിൻ്റെ ഗതി നമുക്ക് വരാൻ വെച്ചത് വഴി തന്നില്ല. നാടൻ ഭാഷയിൽ പറയും, ഒരുവിധ പരിഹാരവും അതിനില്ല. ഇതൊക്കെ നല്ലോണം നമ്മൾ മനസ്സിരുത്തി കേൾക്കേണ്ടതാണ്. നമ്മുടെ ഗതിവിഗതികളെ മാറ്റാനൊന്നുമല്ല ഭാഗവതം. ചിന്തിക്കുകയേ വേണ്ട. എന്നാൽ ചിലപ്പോൾ മാറിയെന്നും വരും കേട്ടോ. ഇല്ല എന്ന് പറയുക. ഉപാസന കൊണ്ട് മാറ്റിയ സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ, മട്ടേരിപ്പാടിൻ്റെ രോഗം മാറിയ കേസൊക്കെ അങ്ങനെ വന്നതാണ്. പക്ഷെ അതൊന്നും എപ്പോഴും ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എപ്പോഴും കണ്ടോളണം എന്നില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യം. ചിലപ്പോൾ അത് കണ്ടു എന്ന് വരും, ചിലപ്പോൾ കണ്ടില്ല എന്നും വരും. ഉപാസന കൊണ്ട് മാറുന്ന ദുർഗതിയുണ്ട്, മാറാത്ത ദുർഗതി ഉണ്ട് എന്നർത്ഥം. മാറാത്ത ദുർഗതി അനുഭവിക്കുക വഴി, മാറുന്ന ദുർഗതി മാറ്റാലോ. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ചിലപ്പോൾ ബലിക്കും, ചിലപ്പോഴോ ബലിക്കൂല്ല. വളരെ ഇമ്പോർട്ടൻ്റാണ്, അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇട കലർന്നിട്ട് സമ്മിശ്രമായിട്ടാണ് ഫലം വരിക. നമ്മുടെ യോഗത്തിനനുസരിച്ചിട്ട് കുട്ടികളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണവർ, കുട്ടികളുണ്ടാവാത്തവരില്ലേ? എന്തൊക്കെ വഴിപാട് ചെയ്തിട്ടുണ്ട്, ചികിത്സ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥിച്ചിട്ടൊന്നും കുട്ടികളുണ്ടാവില്ല എന്ന് പറയരുത്. അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ എത്രയുണ്ട്? അമ്പലത്തിൽ തൊട്ടിൽ കെട്ടി തൂക്കിയിട്ടും വഴിപാട് ചെയ്തിട്ടും അപ്പോൾ ഉണ്ടാവില്ല എന്നും പറയുക, ഉണ്ടാവുമെന്നും പറയുമ്പോൾ കാലസ്യ ഗതി, കാലസിൻ്റെ ഗതി അല്ലെങ്കിൽ ഈ യോഗം ബ്രാക്കറ്റിൽ ചിലപ്പോൾ ഇടണം, ചിലപ്പോൾ ചേർക്കണം. മാറ്റാൻ പറ്റില്ല. ചിലപ്പോഴോ മാറ്റാൻ പറ്റും, ചിലപ്പോഴോ മാറ്റാൻ പറ്റില്ല. രണ്ട് നിലയ്ക്കും ഉണ്ട്. എന്തായാലും ഈശ്വര ആരാധന നമുക്ക് മനസ്സിനെ ബലപ്പെടുത്താനായിക്കൊണ്ട് ഉപകരിക്കും എന്നാണ് എടുക്കേണ്ടത്. സാധയിത്വാജാതശത്രോ സ്വരാജ്യങ്കിതവൈർഹൃതം ഘാതയിത്വാ സദോ രാജ്ഞ കചസ്പർശക്ഷതായുഷ കിതവൈഹി വഞ്ചകന്മാരാൽ ഹൃദ അപഹരിക്കപ്പെട്ട ധർമ്മപുത്രരുടെ രാജ്യത്തെ, ധർമ്മപുത്രരുടെ രാജ്യമൊക്കെ അപഹരിച്ചു കൗരവന്മാർ. അജാതശത്രു എന്ന് പറഞ്ഞാൽ ധർമ്മപുത്രർ. ധർമ്മപുത്രരുടെ ആ ഒരു രാജ്യത്തെ മുഴുവനും വഞ്ചിച്ച് അപഹരിക്കപ്പെട്ടപ്പോൾ സാധയിത്വ സാധിപ്പിച്ചിട്ട് കചസ്പർശക്ഷതായുഷ തലമുടിയുടെ സ്പർശം നിമിത്തം ക്ഷയിച്ച ആയുസ്സോടു കൂടിയ അസത്തുക്കളായ രാജാക്കന്മാരെ വധിപ്പിച്ചിട്ട് ആരാ പാഞ്ചാലിയുടെ തലമുടി പിടിച്ച് വലിച്ച് അപമാനിച്ചത്? കൗരവർ. ദുര്യോധനൻ ദുശാസനാദികളല്ലേ. അതോടുകൂടി അവർക്ക് ആണ് നാശം ശരിക്കും സംഭവിച്ചത്. ഈ അരുതാത്തത് ചെയ്താൽ തൽക്കാലം ഒരു മാനഹാനി പാഞ്ചാലിക്ക് വന്നിട്ടുണ്ടാവാം.
പക്ഷേ അവസാനം എന്തുണ്ടായി? പാണ്ഡവന്മാർ രക്ഷപ്പെട്ടില്ലേ? ആര് തറപറ്റി? കൗരവന്മാർ തറപറ്റി. അരുതാത്തത് ചെയ്തു. സ്ത്രീയുടെ കണ്ണീരൊരു സ്ഥലത്ത് വീണാൽ അവിടെ നേരെയാവില്ല, സംശയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ആ വഞ്ചകന്മാർ ഏതൊരു വഞ്ചകന്മാരാണ് പാഞ്ചാലിയുടെ തലമുടി സ്പർശം കൊണ്ട് വലുതായ അനർത്ഥം സ്വയം വരുത്തിയത്? കൗരവാദികൾ. അവരെ വധിപ്പിച്ചു ഭഗവാൻ. അവർ ജീവിച്ചിരിക്കാൻ അർഹരല്ല. ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. ഇനി അവർ ചെയ്യാൻ ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. ഉണ്ടായാൽ വീണ്ടും അവർ ഇങ്ങനത്തെയൊക്കെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ചിലതിനൊക്കെ വധശിക്ഷ മാത്രമേ പോംവഴിയുള്ളൂ. സാധയിത്വ അജാതശത്രുസൻ്റെ അജങ്കിത പേരകൃതം. അപഹരിക്കപ്പെട്ടെടുത്ത് ഒരു സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞ് തട്ടിപ്പറിക്കപ്പെട്ട രാജ്യം ഭഗവാൻ വിട്ടില്ല, തിരിച്ചങ്ങോട്ട് കൂട്ടിപ്പിച്ചു. സാധയിത്വം സാധിപ്പിച്ചു. ആ ദുഷ്ടരാജാക്കന്മാരെ വധിച്ചു. ദുര്യോധന ദുശാസനാദികളെ. കാതയിത്ത് അസതോ രാജ്ഞ, അസത്തുക്കളായിട്ടുള്ള രാജ്ഞികളെ, രാജാക്കന്മാരെ വധിച്ചു. കിതവൈർഹൃതം. ഘാതയിത്വ എന്ന് പറഞ്ഞാൽ കൊന്നിട്ട്. ഘാതയിത്വ ആരെ ഘാതനം ചെയ്തു? ദുഷ്ടരാജാക്കന്മാർ. അവരുടെ വിശേഷണമാണ് കചസ്പർശക്ഷതായുഷ. സ്ത്രീയുടെ തലമുടി പിടിച്ച അപമാനിച്ചതായ ദുഷ്ടത്തരം ചെയ്തവർ അനുഭവിക്കണം. ഒരു സ്ത്രീയുടെ മനസ്സ് ഈ മാതിരി ദുഃഖിപ്പിക്കാൻ ഒരു മടിയും ഇല്ലാത്തതുകൊണ്ട് അവർ ആ ശിക്ഷ അർഹിക്കുന്നു. കചസ്പർശക്ഷതായുഷ. ആയുസ് അവരെന്നെ കളഞ്ഞു. അവരുടെ ആയുസ് ആരാ കളഞ്ഞു? വേറൊരാളല്ല, അവരെന്നെ കളഞ്ഞു. അതത്തിൽ കൂടെ ഭഗവാൻ നടപ്പാക്കിയെന്ന് മാത്രം. യാജയിത്വ അശ്വമേധൈത്തൻ ത്രിവിരുത്തമകൽപ്പകേ യദ്യശ പാമനം ദിക്ഷതമന്യോരിവാതനോൻ. ഉത്തമകൽപ്പകേഹേ, അതിശ്രേഷ്ഠങ്ങളായ ത്രിഭി, 3 അശ്വമേധൈ, അശ്വമേധങ്ങളെ കൊണ്ട് 3 അശ്വമേധം നടത്തിയ ധർമ്മോത്തരനാണ്. അവനെ യജിപ്പിച്ചിട്ട്, ധർമ്മോത്തരെ യജിപ്പിച്ചിട്ട്, പാവനം തദ്ദശ, അവൻ്റെ കീർത്തിയെ വ്യാപിപ്പിച്ചു. ലോകം മുഴുവനെ കീർത്തി പരത്തി ധർമ്മോത്തരയുടെ. തദ്യശ, അവൻ്റെ യശസ്. ഏതുപോലെ? ഉപമ വർണ്ണിക്കണം. ശതമന്യു ഇവ. ശതമന്യു പറഞ്ഞാൽ ഇന്ദ്രൻ. ഇന്ദ്രനെ പോലെ ആ കീർത്തിയെ ദിക്കുകളിൽ പരത്തി. വരാൻ പോണേ ഉള്ളൂ ഈ സംഭവങ്ങളൊക്കെ. അതിനെ പറഞ്ഞു എന്ന് മാത്രം. ആ കീർത്തി പരത്തുകയും ചെയ്തു. യാജയിത്ത് അശ്വമേധൈസ്തം ത്രിഭിരുത്തമകൽപ്പകേ, ഉത്തമങ്ങളായ 3 രാജസൂയങ്ങളെ കൊണ്ട് തദ്യശപ്പാവനം, അവൻ്റെ യശസ്സിനെ, ധർമ്മോത്തരയുടെ യശസ്സിനെ ഇന്ദ്രനെ പോലെ ലോകത്തിലും ഭൂമിയിലും വ്യാപിപ്പിച്ചു എന്ന് പറയണം. ആമന്ത്ര്യ പാണ്ഡുപുത്രാം ച ശൈനേയോദ്ദവസംയുധാ ദൈവായനാദിവിപ്രൈ പൂജിതേ പ്രതിപൂജിത. പാണ്ഡവന്മാരോട് ആമന്ത്ര്യ, യാത്ര പറഞ്ഞിട്ട്, ശൈനേയോദ്ദവ സംയുത, സാത്യകി, ഉദ്ധവൻ മുതലായവരോട് കൂടി, പൂജിതൈ, പൂജിക്കപ്പെട്ടവരും, ദൈവായനാദിവിർ, വ്യാസൻ മുതലായിട്ടുള്ളവരാൽ, പ്രതിപൂജിക്കപ്പെട്ടവനുമായിട്ട്, ബ്രഹ്മൻ, ഏ ബ്രാഹ്മണോത്തമ, ദ്വാരകയെ പ്രാപിക്കാനായിക്കൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചു. അവതാര കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. ഭാരതം സ്വർഗാരോഹണ ഘട്ടത്തിൽ നിന്നാണ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ അവസാന ഘട്ടത്തിൽ നിന്നാണ് ഈ കഥ വരുന്നത്. ശ്രീകൃഷ്ണൻ്റെ അവതാരമൊക്കെ വരാൻ പോണേ ഉള്ളൂ. പക്ഷെ ഇവിടെ ശ്രീകൃഷ്ണൻ്റെ അവസാന ഘട്ടം ഫ്ലാഷ് ബാക്ക് ഉണ്ടാവുമല്ലോ കഥകളിലൊക്കെ. ലാസ്റ്റ് ഒരു സംഗതി കാണിച്ചിട്ട് അത് എങ്ങനെ ഉണ്ടായി എന്ന് കാണിക്കുന്ന പോലെയാണ്. ഫ്ലാഷ് ബാക്കാണ്. ഇപ്പോൾ ശുഗനെ പരീക്ഷിച്ച് കാണാനിടയായത് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് കുറേ കഴിഞ്ഞിട്ടുള്ളൊരു സംഗതി കാണിക്കുക.
എന്നിട്ട് അതെങ്ങനെ ഉണ്ടായി എന്ന് ബാക്ക് കാണിക്കുക, ഫ്ലാഷ് ബാക്ക്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഫ്ലാഷ് ബാക്കൊക്കെ പണ്ട് ആൾക്കാർക്ക് തോന്നിയ ഐഡിയയാണ്, ഇന്നത്തെ ആൾക്കാർക്ക് മാത്രം തോന്നിയതല്ല. ഭഗവാൻ ജനിച്ചിട്ട് തന്നെ പറയാൻ പോണേ ഉള്ളൂ, പിന്നെ എങ്ങനെ ഇവിടെ യുഗാരോഹണം വരണമെന്ന് ചിന്തിക്കാമല്ലോ. അതിന് കാരണം ഇത് വേണ്ടിയിട്ടാണ്. ബ്രഹ്മൻ ദ്വാരകയെ ഗമിപ്പാനായിക്കൊണ്ട് കൃഷ്ണ അവതാര ലീലകളും ധർമ്മങ്ങളുമെല്ലാം അനുഷ്ഠിച്ച് കഴിച്ച് താൻ എന്ത് ചെയ്യണം? ദ്വാരകയിലേക്ക് പോകണം. എന്നിട്ട് വേണം അവിടുന്ന് വൈകുണ്ഠത്തിലേക്ക് കയറി അവസാനിപ്പിക്കാൻ. അങ്ങനെ ഗമിക്കാനായിക്കൊണ്ട് ദ്വാരകാം ഗന്ധം കൃതമതി, ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി മനസ്സിൽ നിശ്ചയിച്ച് രഥമാസ്ഥിത, തേരിൽ ആരോഹണം ചെയ്തവനും ഭയവിക്വലാം, പേടിച്ച് പരവശരായിരിക്കുന്ന ഉത്തരയെ നേരിട്ട് ഓടി വരുന്നവളായിട്ട് കണ്ടു. കൃഷ്ണാവതാര ചരിത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലത്തെ ഒരു സംഭവം കൂടെ എടുത്തിരിക്കുകയാണ്. ആദ്യത്തെ അല്ല, അവിടുത്തെ ഒരു സംഭവം കൊണ്ടാണ് തുടങ്ങുക. കഥ എവിടുന്ന് വേണമെങ്കിൽ തുടങ്ങാമല്ലോ, എന്നെ നിൽക്കുന്നത് തുടങ്ങണമെന്നൊന്നുമില്ല. ഈ ഒരു ഘട്ടത്തിൽ നിന്നാണ് തുടക്കം. അവതാര കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ഭഗവാൻ യാത്ര പറഞ്ഞു ദ്വാരകയിലേക്കും പിന്നീട് വൈകുണ്ഠത്തിലേക്കും പോകാനായിക്കൊണ്ട്. അവരാലൊക്കെ പൂജിക്കപ്പെട്ടു, പ്രത്യപൂജിക്കപ്പെട്ടു. ഗന്ധം കൃതമതിർ, പോവാനായിക്കൊണ്ട് മനസ്സുകൊണ്ട് നിശ്ചയിച്ചു. എവിടേക്ക്? ദ്വാരകാം ഗന്ധം കൃതമതി, ദ്വാരകയിലേക്ക് പോകാൻ നിശ്ചയിച്ച് രഥമാസ്ഥിത, തേരിൽ കയറി. അപ്പോൾ ആര് വന്നു? അതാ ഓടി വരണു ഒരു സ്ത്രീ, ഉത്തര. ഗർഭിണിയായിട്ടുള്ള ഉത്തര ഇതാ ഓടി ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു. എന്താ പത്ര അർജൻറ്റ്? ഉപലേപേപിതാവന്തിം ഉത്തരാം ഭയവിക്വലാം, വളരെ ഭയത്തോടു കൂടി വിറച്ച് പേടിച്ചിട്ടൊക്കെയാ കൃഷ്ണാന്ന് വിളിച്ച് വരികയാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക്. കൃഷ്ണ പോവാൻ വരട്ടെ, ഒരു കാര്യം ഉണ്ട് കേട്ടോ എന്നാണ്. എന്താ അത്? പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം തദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. മഹായോഗിൻ കൃഷ്ണ രക്ഷിക്കണേ രക്ഷിക്കണേ. എന്തുണ്ടായി? ദേവദേവാ ജഗത്പതി, അതൊക്കെ സംബോധനയാണ്. അങ്ങല്ലാതെ വേറൊരു മാർഗം എനിക്കിപ്പോൾ കാണാനില്ല. നാന്യം തദഭയം പശ്യേ, അന്യമായിട്ടൊരു അഭയം ഞാൻ കാണുന്നില്ല. ന അന്യം പശ്യേ, അങ്ങേ കൂടാതെ ഒരു അഭയം ഞാനിപ്പോൾ കാണുന്നില്ല. എന്താ കാരണം? മൃത്യു പരസ്പരം, നേരിട്ടിട്ട് മരണമാണിതാ വരുന്നത്. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രമാണ്. നേരത്തെ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം ഉപസംഹരിച്ചു അർജുനൻ എന്നൊക്കെ പറഞ്ഞു. അതേ ബ്രഹ്മാസ്ത്രം വെറുതെ വെച്ചില്ല അശ്വത്ഥാമാവ്. ചില ആൾക്കാർ എത്രയായാലും നേരെയാവില്ല. അപ്പം അതാ എന്ത് കാണിച്ചു, എന്ത് ചെയ്തു? ഗർഭിണിയായിട്ടുള്ള ഉത്തരതൊക്കെ ചെയ്തിട്ടും അശ്വത്ഥാമാവിന് പടിഞ്ഞിട്ടില്ല. നോക്കൂ, കെട്ടി വലിച്ചു കൊണ്ടുവന്നിട്ട് വിട്ടോളാൻ പറഞ്ഞതാ. അപ്പോഴെങ്കിലും പഠിക്കണ്ടേ? പഠിച്ചില്ല. ഗർഭിണിയായിട്ടുള്ള സ്ത്രീയാണ് ഇപ്പം കൊല്ലാൻ നോക്കണം. പാപത്തിൽ നിന്നും പാപത്തിലേക്കാണ് പോണത്. അപിദ്രവതി മാമീശ ശരത്തപ്തായ സോ വിഭോ, എൻ്റെ നേർക്കിതാ വല്ലാത്ത ബ്രഹ്മാത്രം പാഞ്ഞു വരുന്നു. കാമം ദഗതു മാം നാഥ മാം മേ ഗർഭോ നിബാധ്യതാം, എൻ്റെ ഗർഭത്തെങ്കിലും നശിപ്പിക്കാതിരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് കരയാണ്. ഭാവി വാഗ്ദാനം നശിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് എന്താണ് ദുഃഖം? സർവേശ്വര, ഞാൻ മരിച്ചാലും എൻ്റെ ആ ഗർഭത്തെ ശിശുവിനെ എങ്ങനെയെങ്കിലും ഏനകേനപ്രകാരേണ അങ്ങ് ഒന്ന് രക്ഷിച്ചു തരണം എന്നെൻ്റെ ഒരു അപേക്ഷയാണ്. സൂത ഉവാച ഉപധാര്യ ഭജത്തത്യ ഭഗവാൻ ഭക്തവത്സല അപാണ്ഡവമിതം കർത്തും ദ്രൗണേരത്രമബുദ്ധ്യത. ഭഗവാൻ ഇത് മനസ്സിലായി. അശ്വത്ഥാമാവ് അയച്ച അസ്ത്രമാണ്. തേഹിച്ചിട്ടാ ബ്രഹ്മാസ്ത്രം വരണ, കത്തിജ്വലിച്ചിട്ടേ. എന്തിന്? അപാണ്ഡവമിതം, ലോകത്തിൽ പാണ്ഡവന്മാരില്ലാണ്ടാവണം, അപാണ്ഡവാവണം. പാണ്ഡവന്മാരെ ഉന്മൂലനം നശിക്കാൻ വേണ്ടിയിട്ട്. ദ്രൗണേരസ്ത്രമബുദ്ധ്യത, ദ്രൗണി അശ്വത്ഥാമാവ്. ദ്രോണൻ്റെ പുത്രനാണ് ദ്രൗണി. ദ്രൗണിയുടെ അസ്ത്രമാണ് എന്ന് ഭഗവാൻ തിരിച്ചറിഞ്ഞു. ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ഉത്തരയുടെ അപേക്ഷ തള്ളിക്കളയാൻ പറ്റുമോ? അത് സ്വീകരിച്ചു. ചെറിയൊരു സ്വരൂപം സ്വീകരിച്ച് ആ ഉത്തരയുടെ ഗർഭത്തെ രക്ഷിച്ചതായിട്ടുള്ള കാര്യമാണ് തുടർന്നുള്ള ഭാഗത്ത് പറയണത്. തർഹ്യേവാഥ മുനിശ്രേഷ്ഠ
പാണ്ഡവാപഞ്ചസായകാൻ ആത്മനോ അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യുപാദതു. പാണ്ഡവന്മാർ അപ്പോൾ തന്നെ തങ്ങളുടെ നേർക്ക് വരുന്നതായിട്ടുള്ള ബാണത്തെ കണ്ടു. എന്നിട്ട് അസ്ത്രങ്ങളെ എടുത്തു. ബ്രഹ്മാസ്ത്രം ഒന്നാണെങ്കിലും 5 പിരിഞ്ഞ് 5 പേരുടെയും നേർക്ക് ഒരേ സമയത്ത് വന്നു എന്ന് പറയണം. 5 ആൾക്കാർ ഉണ്ടല്ലോ, 5 ആൾക്കാരുടെ നേർക്കാണ് അസ്ത്രം അയച്ചത്. അത് ഇത്തരയുടെ അടുത്തും വന്നു. പാണ്ഡവ പഞ്ചസായകാൻ 5 പിരിഞ്ഞു. 5 ആളുടെ നേർക്കാണ് വരും. ആത്മനോ അഭിമുഖാൻ ഓരോരുത്തർക്കും തോന്നി തൻ്റെ നേർക്കാണ് വരുന്നത്. അതിങ്ങനെ കാണുകയാണ്. ഇപ്പം ഭഗവാൻ എന്ത് ചെയ്തു? സ്വയം ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ഗർഭത്തെ ശിശുവിനെ രക്ഷിച്ചു എന്ന് പറയുകയാണ്. അനന്യ വിഷയത്തിൽ മനസ്സിനെ പ്രവേശിപ്പിക്കാത്തവരും, അത് അന്യവിഷയത്തിൽ മനസ്സിനെ പ്രവേശിപ്പിക്കാത്തവരും ഭക്തന്മാരുമായ അവരുടെ ദുഃഖത്തെ കണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സുദർശനം കൊണ്ട് അവരെ രക്ഷിച്ചു. സുദർശനത്തിലും മീതെ ഒരു അസ്ത്രമില്ലല്ലോ. അങ്ങനെ അവിടെ രക്ഷിച്ചിട്ട് അവിടെ സ്ഥിതി ചെയ്തു എന്ന് പറയുകയാണ്. ഇനി ഉത്തരയുടെ ഗർഭത്തിൽ ഭഗവാൻ പെരുവിരലിൻ്റെ രൂപത്തിൽ പ്രവേശിച്ച് രക്ഷിച്ച കഥയാണ് പറയണത്. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.